KPCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണ് എന്ന് നിലവിൽ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. പകരമായി ആര് വന്നാലും ശക്തമായ പിന്തുണ ഉറപ്പുവരുത്തും. UDF ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കും. അതിനകത്ത് താൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അധികാരത്തിൽ പിടിച്ചിരിക്കണമെന്ന് പ്രത്യേക ആർത്തിയോ ആഗ്രഹമോ ഒന്നും തന്നെ ഇല്ല. തൻ്റെ എല്ലാം കോൺഗ്രസും ജീവശ്വാസമായി പ്രവർത്തിക്കുന്ന തൻ്റെ പാർട്ടി പ്രവർത്തകരുമാണ്. അവരാണ് തൻ്റെ ധൈര്യം. ഏത് സമയത്തും പതറാതെ നിൽക്കാൻ അവരാണ് തനിക്ക് ധൈര്യം തന്നത് എന്ന് കെ സുധാകരൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കൂടി മത്സരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു വന്നിരിക്കുന്നു. അദ്ദേഹം കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ജനവിധി തേടട്ടെ എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, സതീശൻ പാച്ചേനിയാണ് കഴിഞ്ഞ 2 തവണയായി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കെതിരെ മത്സരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് സെക്കുലർ നേതാവാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം നിസ്സാര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ 2 തവണയും ജയിച്ചു കയറിയിട്ടുള്ളത്. എന്നാൽ സതീശൻ പാച്ചേനിയുടെ പരാജയം, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഗ്രാഫ് നോക്കിയാൽ നേരിയ വ്യത്യാസത്തിലാണ് പല തവണയും പല മണ്ഡലങ്ങളും അദ്ദേഹത്തിന് കൈവിട്ട് പോയിട്ടുള്ളത്. VS അച്യുതാനന്ദനെതിരെ ശക്തമായ വാശിയേറിയ മത്സരം 2001 സതീശൻ പാച്ചേനി ഇടത് മണ്ഡലമായ ഇടത് കോട്ടയായ മലമ്പുഴയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. 4000 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് VS അച്യുതാനന്ദൻ പാച്ചേനിക്കെതിരെ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ നേതാവാകുന്ന സമയത്തുള്ള കാര്യമാണിത്. 2009 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ MP രാജേഷ് സതീശൻ പാച്ചേനിക്കെതിരെ മത്സരിച്ച് വിജയിച്ചത് കേവലം 1820 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ്. അത്രയേറെ വാശിയേറിയ പോരാട്ടമായിരുന്നു പാച്ചേനി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ പാലക്കാട് UDFന്റെ കോട്ടയാക്കി മാറ്റി VK ശ്രീകണ്ഠൻ അടക്കമുള്ളവർ. അതുപോലെ തന്നെയാണ് സതീശൻ പാച്ചേനി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് പരാജിതനായത്. എന്നാൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ അങ്ങനെയല്ല കാഴ്ച. കെ സുധാകരൻ 1996 മുതൽ 2009 വരെ കണ്ണൂർ നിയോജക മണ്ഡലം MLA ആയിരുന്നു. പിന്നീടാണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ KK രാഗേഷിനെ 45,000-ലധികം വോട്ടുകൾ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ സുധാകരൻ വെന്നിക്കൊടി പാറിച്ചത്. അതിനുശേഷം PK ശ്രീമതിയെ 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം റെക്കോർഡ് വോട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 1,10,000 വോട്ടുകൾക്കാണ് MV ജയരാജനെ തറ പറ്റിച്ചുകൊണ്ട് കണ്ണൂരിൽ വീണ്ടും MP ആകുന്നത്. എന്നാൽ അദ്ദേഹം തട്ടക മാറ്റാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ അദ്ദേഹം ഉദുമയിൽ മത്സരിച്ച് UDFന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്ന നിമിഷം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന ലാപ്പിലാണ് അവിടെ LDF സ്ഥാനാർത്ഥി 2000-ഓളം വോട്ടുകൾക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എന്നാൽ തൻ്റെ തട്ടകം കാസർഗോഡിനേക്കാൾ തനിക്കേറെ പ്രിയങ്കരമായിട്ടുള്ള കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് കെ സുധാകരൻ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് KPCCയുടെയും AICCയുടെയും കൃത്യമായിട്ടുള്ള വീക്ഷണവും.